بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 2 ദിവസം മുമ്പായി ഞാനൊരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. നിങ്ങൾക്കെല്ലാം അറിയാം ആ വ്യക്തിയെ. തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദ് എന്ന പയ്യന്റെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ വളർത്തുന്നത് നമ്മുടെ നാടിനും കുടുംബത്തിനും രാജ്യത്തിനും സമൂഹത്തിനുമൊക്കെ നല്ലവരായി വളരണമെന്നുള്ള രീതിയിലാണ്. കുട്ടിക്കാലം മുതലേ അവരെ നമ്മൾ മദ്രസയിലും സ്കൂളിലുമൊക്കെ ചേർത്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ പഠിപ്പിക്കുന്നു. നിർഭാഗ്യവശാൽ അവരുടെ ടീനേജ് പ്രായത്തിൽ പല മക്കളും പല രീതിയിലുള്ള വഴികളിലായി പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ തൊപ്പി എന്ന് പറയുന്ന നിഹാദ്. ആ ഒരു പയ്യൻ സോഷ്യൽ മീഡിയയിലൂടെ, ഇപ്പം നമുക്കറിയാം, നന്മ ചെയ്തുകൊണ്ട് നമ്മൾ പ്രസിദ്ധമാകുന്ന ആളുകളുണ്ട്, തിന്മ ചെയ്തുകൊണ്ട് പ്രസിദ്ധമാകുന്ന ആളുകളുണ്ട്. അതിൽ വളരെ മോശമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചുകൊണ്ട് പ്രസിദ്ധമായ ഒരാളാണ് ഈ തൊപ്പി എന്ന് പറയുന്ന നിഹാദ്. ആ പയ്യൻ അങ്ങനെ പോകുമ്പോൾ, ഇപ്പം മറ്റുള്ളവർ പറയും പോലെ, വല്ലവൻ്റെ ഉമ്മാക്ക് ഭ്രാന്തായാൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞ പോലെ, ആ നിഹാദ് എന്ന പയ്യൻ ഇങ്ങനെയൊക്കെ ആയപ്പോൾ പലരും ചിരിച്ചവരുണ്ടാവും, അവനോടൊപ്പം കൂടി കൈകൊട്ടിയവരുണ്ടാവും. പക്ഷെ അവൻ്റെ ഉമ്മയും ബാപ്പയും കുടുംബവും എത്രത്തോളം വേദനിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. എത്ര രാവുകൾ അവർ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, എത്ര കണ്ണീരൊഴുക്കിയിട്ടുണ്ടാകാം. എന്നാലും അവരുടെ ദ്വാൻ്റെയൊക്കെ ഒരു ഫലം എന്ന് വേണം പറയാൻ. 2 ദിവസം മുമ്പ് നടന്ന ആ ഇൻ്റർവ്യൂവിൽ ആ ഹാങ്കർ വെച്ച് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: നിനക്ക് സോഷ്യൽ മീഡിയയിലൂടെ തൊപ്പിയെ സ്നേഹിക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് ലഭിക്കാത്തത്, വീട്ടുകാരിൽ നിന്ന് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, സാധാരണ ഒരു മക്കൾ പറയുന്നതിനേക്കാൾ വിപരീതമായിട്ടാണ് അവനൊരു മറുപടി പറഞ്ഞത്. കാരണം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്യുന്നതൊക്കെ ഹറാമാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാരും അങ്ങനെ ഒരു ദീനി കുടുംബത്തിൽ ചുറ്റുപാടിൽ ജീവിച്ച് വന്നവരാണ്. അപ്പോൾ ഞാൻ ഈ ഹറാമ് ചെയ്യുന്നിടത്തോളം കാലം അവരൊരിക്കലും എന്നെ അംഗീകരിക്കില്ല. ഞാൻ എന്ന് ഇത് നിർത്തി എൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നോ അവരെന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും. ഞാൻ ഒരു കൊലപാതകം ചെയ്തിട്ടാണ് ചെന്നാലും അവരെന്നെ കൈ നീട്ടി സ്വീകരിക്കും. അത് എൻ്റെ ഉമ്മായും പാപ്പായും എന്നെ സ്വീകരിക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് എന്ന് പറയും. ഈ ഒരു വാക്ക് എല്ലാവരെയും ഒന്ന് ചിന്തിപ്പിക്കണം. എൻ്റെ പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലുള്ള മക്കളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ആ പ്രായത്തിൻ്റെ പക്വതക്കുറവ് മൂലം നമ്മൾ പലതും ആ പ്രായത്തിൽ ചെയ്ത് പോകും. നമ്മളിന്ന് അങ്ങനെ ഉമ്മായും പാപ്പായും കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ പോയാൽ നമുക്ക് പലതും കിട്ടുമായിരിക്കാം. ചിലപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും കിട്ടുമായിരിക്കാം. അത് എന്തൊക്കെ നിങ്ങൾ നേടിയാലും എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയാലും സന്തോഷമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കില്ല. എല്ലാവർക്കും വേണ്ടത് സന്തോഷമാണല്ലോ, സന്തോഷമുള്ളൊരു ജീവിതമാണല്ലോ വേണ്ടത്. ആ സന്തോഷമായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഉമ്മയും ബാപ്പയുമുള്ള അവരുടെ ആ സ്നേഹവും സന്തോഷവും കിട്ടി, കുടുംബത്തിൻ്റെ ഒരു സ്നേഹവും സന്തോഷവും ഉള്ള ഒരു കുടുംബം ഉള്ള കുടുംബ സപ്പോർട്ടുള്ള ഒരാൾക്കാണ് പൂർണ്ണമായൊരു സന്തോഷം ലഭിക്കുക. അതുകൊണ്ട് നമ്മൾ ഉമ്മയും ബാപ്പയും പറയുമ്പം അതനുസരിച്ച് കേൾക്കാനും അവരെ അനുസരിച്ച് ജീവിക്കാനും എല്ലാ മക്കളും തയ്യാറാകണം. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നിങ്ങൾ നടന്നാൽ എല്ലാം മതിയായി നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ വേദനിച്ച മനസ്സ് പ്രയാസപ്പെട്ട ഉമ്മയും ബാപ്പയും ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. നിങ്ങൾക്കൊരു ഒരു സോറി പറയാൻ പോലും ഒരു അവസരം ചിലപ്പോൾ ലഭിച്ചെന്ന് വരത്തില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ പോകുന്ന പോക്കിൽ നിങ്ങൾക്ക് തിരിച്ചു വന്ന് അവരോടൊരു സോറി പറയാനുള്ള അവസരം നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ മരണമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ടീനേജ് മക്കളോടുമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അഥവാ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന ഒരുപാട് കാത്തിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്നും നേടാൻ കഴിയില്ല. നിങ്ങൾ എന്ത് നേടിയാലും
അതൊന്നും ഒന്നിനും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. എല്ലാം നിങ്ങൾ ഒരു സമയത്ത് നിങ്ങളിത് മടുക്കും. എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായാലും ഇതൊക്കെ മടുത്ത് നിങ്ങൾ തിരിച്ച് വീടിനെ കുറിച്ച് ചിന്തിക്കുന്ന, ഉമ്മയെക്കുറിച്ച് ചിന്തിക്കുന്ന, വാപ്പയെക്കുറിച്ച് ചിന്തിക്കുന്ന, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് വരും. ആ സമയത്ത് ചിലപ്പോൾ അവരാരും നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് ഈ ഒരു ഒറ്റ സന്ദേശം മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ കുടുംബത്തിനും നാട്ടിനും രാജ്യത്തിനുമൊക്കെ അഭിമാനമായി വളരുന്ന മക്കളായി നിങ്ങൾ ഓരോരുത്തരും വളർന്നു വരണം. അതിന് നിങ്ങൾ മുതിർന്നവർ പറയുന്നത് കേൾക്കണം. പ്രത്യേകിച്ച് ഉമ്മയും വാപ്പയും ഗുരുനാഥന്മാരും പറയുന്നത് കേട്ടനുസരിച്ച് നല്ല മക്കളായി വളരാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.